സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് 2000-ലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ ഫാൻ സമ്മാനമായി നൽകുന്നതാണ്. കൂടാതെ നോട്ട് ബുക്സ്, ബാഗ്സ്, സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. കുട്ടികളുടെ ബാഗ് എടുത്ത ബാറ്റും ബോളും, മുതിർന്നവരുടെ ബാഗ് എടുത്ത മഗ് സെറ്റും ഫ്രീ. 299 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത്. സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ 3ാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ 2 പേർക്കും, 2ാം സമ്മാനമായി സ്റ്റഡി ടേബിളും, ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ്. ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ്. റോയൽ ബസാർ, പാലസ് റോഡ്, ചേലക്കര. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ ഷൊർണൂർ ജംഗ്ഷനിൽ എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ലിഫ്റ്റ് സൗകര്യം ഒരുങ്ങുന്നു. പഴയ ലിഫ്റ്റിനു പുറമെയാണ് റെയിൽവേ പോലീസ് സ്റ്റേഷന് ഭാഗത്തായി ലിഫ്റ്റ് ഒരുങ്ങുന്നത്. ഇനി മുതൽ 7 പ്ലാറ്റ്ഫോമുകളിലേക്കും ലിഫ്റ്റ് വഴി യാത്രക്കാർക്ക് എളുപ്പത്തിൽ എത്താനാകും. 1, 2, 3 പ്ലാറ്റ്ഫോമുകളിലേക്ക് ആദ്യഘട്ടത്തിൽ ലിഫ്റ്റ് പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് നടപ്പാത അടച്ചതോടെ ലിഫ്റ്റിന്റെ പ്രവർത്തനവും നിർത്തുകയായിരുന്നു. ഇതോടെ യാത്രക്കാരും ആകെ ദുരിതത്തിലായി. 7 പ്ലാറ്റ്ഫോമുകൾക്കുമായി ആകെയുള്ള 2 നടപ്പാലങ്ങളിൽ ഒന്ന് പൊളിച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ഇതുവരെയും പാലത്തിന്റെ ഒരു പ്രവർത്തനങ്ങൾക്കും തുടക്കമായിട്ടില്ല. വയോധികരായ നിരവധി യാത്രക്കാരാണ് ഷൊർണൂരിലെത്തുന്നത്. ഇവർക്ക് പ്രധാന കവാടത്തിലെത്താൻ പ്ലാറ്റ്ഫോമിന്റെ മറ്റേ അറ്റം വരെ നടക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. എന്നാൽ പുതിയ ലിഫ്റ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ യാത്രക്കാർക്ക് വേഗത്തിൽ പ്രവേശിക്കാനാകും. പഴയ ലിഫ്റ്റ് കൂടി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പ്ലാറ്റ്ഫോമിന്റെ 2 ഭാഗത്തും ലിഫ്റ്റ് ഉള്ളത് കൂടുതൽ ഗുണകരമാകുമെന്നാണ് യാത്രക്കാർ പറയുന്നത്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള സ്റ്റേഷൻ നവീകരണം അവസാന ഘട്ടത്തിലേക്കാണ്. ന്യൂസ് ഡെസ്ക് CCV.